അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്പെഷ്യലായിട്ട് മേരി ക്രിസ്മസ്. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. പ്ലം കേക്ക് ഇല്ലാത്ത ക്രിസ്മസ് എന്തായാലും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം എടുത്തിട്ട് സോക്ക് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് മിക്സാക്കി എല്ലാം ചെയ്തിട്ട് സോക്ക് ചെയ്യുന്നത് നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ്. ഒരു 8 ഹവേഴ്സോളം വെക്കണുള്ളൂ. നമ്മളിങ്ങനെ കുറേ മാസങ്ങളൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഒരു 8 മണിക്കൂർ വെക്കണുള്ളൂ. ഇപ്പോൾ ഏതായാലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 8 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മളൊരു സോസ് പാൻ സെറ്റാക്കിയിട്ട് അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിങ്ങനെ കരിഞ്ഞു പോകാണ്ട് നോക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആകെ ആ 1 കപ്പ് പഞ്ചസാര ഫുള്ള് പോകും. അപ്പോൾ വസ്വാസ് പിടിച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്പാച്ചുലയിൽ മൊത്തവും മറ്റേ നമ്മുടെ പഞ്ചസാര ആയപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് തട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ഏതായാലും പഞ്ചസാര മെല്ലെ മെല്ലെ ഇരുന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് മെല്ലെ ആയിക്കോട്ടെ, നമുക്ക് ധൃതിയൊന്നും വേണ്ട. ധൃതി പറഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ അമ്പണ്ട് കരിഞ്ഞു കൂട്ടടി. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത്രയും നേരം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് അലിയണ വരെ. അപ്പോൾ ഏതായാലും ഇത് ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് വരുന്ന വെള്ളമാണ്. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചിട്ട് മാറി കൊടുക്കാട്ട്, കാരണം പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതാ നമ്മൾ ഏതായാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകെ കട്ട പിടിക്കും. അത് പിന്നെ കുഴപ്പമില്ല, മെല്ലെ ഇങ്ങനെ ഇളക്കിയിട്ടാണ് സെറ്റ് ആയിക്കോളും. ഇപ്പോഴും ഫ്ലെയിമിൽ ഓയിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ചാൻസിൽ അതുകൊണ്ട് കരിഞ്ഞ് പോവണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കഴിഞ്ഞാൽ ആ കട്ടൊക്കെ ഉണ്ട് അലിഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള നമുക്ക് കാരമൽ സോസ് കിട്ടും. ഇപ്പോൾ ഏതായാലും നമ്മുടെ സോസ് ഇവിടെ ഒരുവിധമൊക്കെ ആയിട്ട് റെഡി ആയിട്ട് കണ്ടില്ലേ, എല്ലാതും അരിഞ്ഞുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അധികം നേരം ഇട്ടിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേതായാലും ചൂടാറണ നേരം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ കുറച്ച് പണി കൂടി ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/2 കപ്പ് വരുന്ന പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതിന് പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ പാലും ഓയിലും ഒന്ന് യോജിച്ച് വരുന്ന രീതിക്ക് നല്ല വൃത്തിക്ക് കുറച്ച് ടൈം എടുത്തിട്ടായാലും നമ്മൾ മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു അരിപ്പ് വെക്കുക. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 കപ്പ് മൈദ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കപ്പിൻ്റെ അളവിലാണ് ഞാൻ എല്ലാതും പറയണത്. അപ്പോൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വരുന്ന ബേക്കിംഗ് സോഡയും. ബേക്കിംഗ് പൗഡറിൻ്റെ പകുതി ആവണം നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കേണ്ടി കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത്തിരി സിനമൺ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 1.5 ടീസ്പൂണോളമൊക്കെ ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നല്ല രീതിക്ക് അരിച്ചെടുക്കുക. സിനമൺ എന്തായാലും ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണതാണ് കേട്ടോ നല്ലത്. ഒന്നാമത്തെ കാര്യം, ഞാൻ സിനമൺ പൊടിച്ചെടുത്തേക്കാണ്. അപ്പോൾ അത്യാവശ്യം തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓവറായിട്ട് തരികളൊന്നും നമ്മൾ കേക്ക് വേണ്ട, കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ അയച്ചിട്ട് ഞാൻ എന്തായാലും അരിച്ചെടുക്കുന്നു കേട്ടോ അത്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം നമ്മൾ നമ്മുടെ കാരമൽ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. പിന്നെ അതിന് മുമ്പ് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത കേക്കിന് പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ ബേക്ക് ചെയ്യണ സമയത്ത് അടുക്കള മൊത്തം ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ ഈ ഒരു തൊലി ചേർത്ത് കൊടുക്കുന്നത് അത് കുറേ ഒന്നും വേണ്ട കേട്ടോ. ഒരു ടീസ്പൂണൊക്കെ മതി, കുറച്ച് മതി. ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് ഫ്രൂട്ട്സ്. അപ്പോൾ അതൊന്ന് നേരെ തന്നെ ഇതിലോട്ട് കമഴ്ത്തി കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഓരോ ബൈറ്റിലും ആ റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. ആ ഓരോ ഡ്യൂട്ടി ഫ്രൂട്ടി ആയിക്കോട്ടെ, നമ്മളെ മുന്തിരി ആയിക്കോട്ടെ, ചെറി, അതിൻ്റെ എല്ലാത്തിനും ഫ്ലേവർ എടുത്ത് അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കണം. അത് കാരണം തന്നെ കുറച്ചധികം തന്നെ ഞാൻ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ഓറഞ്ച് ജ്യൂസ് മതി. കുറേ ഓറഞ്ച് ജ്യൂസും ആവശ്യമില്ല.
അപ്പോൾ ആ ഒരു മിക്സും കൂടി നമ്മൾ ഇതിലോട്ട്, അതായത് നമ്മുടെ ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും സോക്ക് ചെയ്ത അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്ക് ബാറ്ററിക്കുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം സെറ്റായതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് നേരെ തന്നെ ഗ്രീസ് ചെയ്ത മുകളിലോട്ട് ഒഴിക്കുക. അത്രയുള്ള പണി. നമ്മൾ ആ ഒരു 8 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഷടപടേ പറഞ്ഞ പോലെ നടക്കും. അപ്പോൾ ഏതായാലും ഗ്രീസ് ചെയ്ത മുകളിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് എടുത്തെടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബേക്ക് ചെയ്ത് വന്നാലും അതേപോലെ തന്നെ ഇരിക്കും. ഓരോ ബൈറ്റിലും നമുക്ക് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് ഞാൻ സോക്ക് ചെയ്യാൻ ഇട്ടില്ല, കാരണം അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നമ്മൾ കേക്കിലേക്ക് വേണമല്ലോ. അപ്പോൾ അത് ആ ഓറഞ്ച് ജ്യൂസിൽ കൊടുത്തിട്ട് പോമണ്ടാച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പം ആഡ് ചെയ്യണത്. ഇത് കുറച്ച് നേരത്തെ ഈ മുകളിലോട്ട് ഒഴിക്കണേക്കാളും മുമ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ചേർക്കേണ്ടത് വെച്ചിട്ട് ഇപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പ് തന്നെയാണ്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂറൊക്കെ ഒന്നൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് റിബണും അതേപോലെ തന്നെ നടുവിലൊരു മെഴുകുതിരിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാളും കിടുക്കാച്ചിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും എല്ലാം തന്നെയായിരുന്നു. കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. സൂപ്പർ സോഫ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ മെഴുകുതിരി കത്തിക്കുക, ഊതി വെക്കുക, അത് തന്നെയായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഏതായാലും കണ്ടില്ലേ, നല്ല അടിപൊളി കളറ്. ആ ക്യാരമലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കളർ തന്നെ ഉണ്ട് നമ്മുടെ കേക്കിന്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ആ മുകളിൽ വെച്ചിരിക്കുന്ന നമ്മളെ അണ്ടിപ്പരിപ്പൊക്കെ കേക്ക് പൊന്തി വന്നപ്പോൾ അടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും വലിയ കാര്യമാക്കണില്ല. കണ്ടില്ല, അടിപൊളി സോഫ്റ്റാണ്. ഓയിലാണെങ്കിലും അത്രയ്ക്ക് ഓവറൊന്നുമില്ല കേട്ടോ. ചില കേക്ക് നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ കുറേ ഓയിലൊക്കെ ആവണത്. ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു തെരി ഓയിലിൻ്റെ അംശം മാത്രമേ ഉള്ളൂ, ഓവറേറ്റ് എന്ന് പറയാനൊന്നുമില്ല. കേക്ക് കട്ട് ചെയ്യുമ്പോഴായാലും ഭയങ്കര സോഫ്റ്റ്. എനിക്കിങ്ങനെ മുറിക്കാൻ തോന്നുന്നില്ല, കാരണം നല്ല കളറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യുക, കൊതിയുമുണ്ട്. എന്നിട്ട് മുറിച്ച അവസാനം അടിപൊളി തന്നെ ഇരുന്ന് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ടെക്സ്ചറും. നമ്മളെ അതിലത്തെ ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എടുത്ത് കാണിക്കുന്നു. ഡ്യൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ കറുത്ത മുന്തിരി, മറ്റേ മുന്തിരി, എല്ലാത്തരം മുന്തിരിയും എല്ലാം കാണുന്നുണ്ട്. അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ സെറ്റാണ് സംഭവം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, ബാക്കിയൊക്കെ വീട്ടിലുള്ളത് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.